ശിക്ഷാ ഇളവ് നൽകാൻ മിന്നൽ വേഗത്തിൽ സർക്കാർ തീരുമാനിച്ച ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിൻ ജയിൽ മോചിതയായി. മാധ്യമപ്രവർത്തകരുടെ കണ്ണിൽപ്പെടാതെ അതീവ രഹസ്യമായി ജയിലിലെത്തിയ ഷെറിൻ ബോണ്ടുകളിൽ ഒപ്പിട്ട് വന്ന കാറിൽ തന്നെ മടങ്ങുകയായിരുന്നു. നിലവിൽ 15 ദിവസത്തെ പരോളിലായിരുന്നു ഷെറിൻ. അതായത് മോചന ഉത്തരവിൽ ഗവർണർ ഒപ്പിടുന്ന സമയത്തും ഷെറിൻ ജയിലിന് പുറത്തായിരുന്നു. ഈ മാസം 15 ഇറങ്ങിയ മോചന ഉത്തരവ് അന്ന് തന്നെ കണ്ണൂർ വനിതാ ജയിലിൽ എത്തിയിരുന്നു. നടപടിക്രമങ്ങൾ അനുസരിച്ച് വനിതാ ജയിൽ സൂപ്രണ്ട് ഷെറിനോട് മടങ്ങിവരാൻ ആവശ്യപ്പെട്ടു. ഷെറിൻ ഇന്നലെ ജയിലിൽ വരുമെന്ന് കരുതി ജയിൽ പരിസരത്ത് ഇന്നലെ മാധ്യമങ്ങൾ എത്തിയിരുന്നുവെങ്കിലും 22-ാം തീയതി വരെ പരോൾ കാലാവധി ഉള്ളതിനാൽ ഷെറിൻ എത്താൻ സാധ്യതയില്ലെന്ന് ജയിൽ അധികൃതർ അറിയിച്ചു. പിന്നീട് മാധ്യമപ്രവർത്തകർ ഇല്ലെന്നുറപ്പാക്കിയ ശേഷമാണ് കണ്ണൂർ വനിതാ ജയിലിലേക്ക് അതീവ രഹസ്യമായി ഷെറിൻ എത്തുന്നത്. 3:30 അഭിഭാഷകനൊപ്പം എത്തിയ ഷെറിൻ 3 ബോണ്ടുകളിൽ ഒപ്പിട്ട് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി 4 മണിക്ക് തന്നെ പുറത്തേക്ക് പോയി. പക്ഷേ എവിടേക്കാണ് ഷെറിൻ പോയത് എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല. മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഷെറിന്റെ വരവ് ജയിൽ അധികൃതർ പോലും രഹസ്യമാക്കി സൂക്ഷിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ശിക്ഷാ ഇളവ് നൽകിയ സർക്കാർ തീരുമാനം വിവാദമായതിനാൽ മോചനം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ ജയിൽ അധികൃതർക്കും കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ജീവപര്യന്തം തടവിന്റെ ഏറ്റവും കുറഞ്ഞ കാലയളവായ 14 വർഷം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഷെറിനെ സ്വതന്ത്രയാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഷെറിൻ ഉൾപ്പെടെ 11 പേർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ ശുപാർശ ജൂലൈ 10-നാണ് ഗവർണർ അംഗീകരിക്കുന്നത്. സർക്കാർ ശുപാർശ വിവാദമായ പശ്ചാത്തലത്തിൽ തടവുകാരുടെ വിശദാംശങ്ങൾ പ്രത്യേക ഫോമിൽ രാജ്ഭവൻ ആവശ്യപ്പെട്ടു. ഈ ഫോം പൂരിപ്പിച്ച് സർക്കാർ വീണ്ടും ഫയൽ സമർപ്പിച്ചതോടെയാണ് ഗവർണർ ഒപ്പുവെക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഷെറിൻ ശിക്ഷാ ഇളവിനായി അപേക്ഷിക്കുന്നത്. ജയിൽ ഉപദേശക സമിതി പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത് ഡിസംബറിൽ ജയിൽ മേധാവിക്ക് ശുപാർശ നൽകി. 4 തവണ ജയിൽ മാറ്റിയ ഷെറിന് അനുകൂല റിപ്പോർട്ട് കിട്ടിയത് എങ്ങനെയെന്നതും ചർച്ചാ വിഷയമായിരുന്നു. ഇളവുകൾക്കൊപ്പം വലിയ സൗകര്യങ്ങളും അവർക്ക് ജയിലിൽ കിട്ടിയിരുന്നതായി സഹതടവുകാരികൾ വെളിപ്പെടുത്തുകയും ചെയ്തു. തിരുവനന്തപുരം, അട്ടക്കുളങ്ങര, മാവേലിക്കര, വിയ്യൂർ ജയിലുകളിൽ നിന്ന് മാറി മാറിയാണ് ഷെറിൻ കണ്ണൂരിലെത്തിയത്. 20 വർഷത്തിലധികം തടവിൽ കഴിയുന്ന സ്ത്രീകൾ വിവിധ ജയിലുകളിൽ ഉള്ളപ്പോഴാണ് 14 വർഷം അകത്ത് കിടന്നതിന്റെ പേരിൽ ഷെറിന് മാത്രം ശിക്ഷാ ഇളവ് ലഭിച്ചത്. നാടിനെ നടുക്കിയ അതിക്രൂരമായ കൊലപാതകത്തിൽ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിക്ക് ലഭിക്കുന്ന ശിക്ഷാ ഇളവ് സമൂഹത്തിൽ സാധാരണക്കാരായ ജനങ്ങളുടെ നെറ്റി ചുളിക്കാൻ പോകുന്നതാണ്. നിരവധി ഉന്നതരുടെ പിന്തുണയും പിടിപാടുമുണ്ടെങ്കിൽ ഏത് ക്രൂരകൃത്യം ചെയ്ത പ്രതികൾക്കും ഇറങ്ങിവരാം എന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അങ്ങനെയെങ്കിൽ സൗമ്യ വധക്കേസിലെയും ജിഷ വധക്കേസിലെയും പ്രതികളും പെട്ടെന്നൊരു ദിവസം ശിക്ഷാ ഇളവ് കിട്ടി പുറത്തിറങ്ങുമെന്ന വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരുമോ? നല്ല നടപ്പിലൂടെ അതുവരെയുള്ള ശിക്ഷാകാലത്ത് ജയിലിൽ ജീവിച്ചവരെയാണ് സാധാരണഗതിയിൽ മോചനത്തിനായി ഇളവിനായി പരിഗണിക്കുക. എന്നാൽ അതിന് നേർ വിപരീതമായി ജയിലിനുള്ളിൽ ജീവിച്ച ഷെറിൻ മോചിതയാകുമ്പോൾ ഇനി ആർക്കും ശിക്ഷാ ഇളവ് സ്വപ്നം കാണാൻ സാധിക്കുമോ? പൊതുവെ ക്രൈം നിരക്ക് കൂടി വരുന്ന കേരളത്തിന്റെ സാമൂഹിക സാഹചര്യത്തിൽ എന്തെല്ലാം തരത്തിലുള്ള തെറ്റായ മാതൃകകളാണ് ഷെറിന്റെ ഈ മോചനത്തിലൂടെ സൃഷ്ടിക്കപ്പെടുക? അനവസരത്തിൽ അനധികൃതമായ വിധം ഷെറിനെ ഇങ്ങനെ ജയിൽ മോചിതയാക്കുന്നതിന് ഇടപെട്ടു എന്ന് പറയപ്പെടുന്ന ഉന്നത വ്യക്തി ഇനി എന്ത് മറുപടി പറയും? നാളെ ഈ ചോദ്യങ്ങളൊക്കെ പൊതുസമൂഹം തീർച്ചയായും ചോദിക്കാൻ തുടങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചെറിയനാട് കാരണവേസ് വില്ലയിലെ ഭാസ്കര കാരണവരുടെ ഇളയ മകൻ ബിനു ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ആളാണ്. ഈ മകന്റെ ഭാവി സുരക്ഷിതമാക്കാൻ എത്ര ആലോചിച്ചിട്ടും സ്നേഹനിധിയായ ആ പിതാവിന് മുന്നിൽ ആദ്യം ഒരു മാർഗവും തെളിഞ്ഞില്ല. ഒടുവിൽ ചില സുഹൃത്തുക്കളുടെ കൂടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ഒരു തീരുമാനത്തിലെത്തി. നിർധനിയായ ഒരു പെൺകുട്ടിയെ കൊണ്ട് ബിനുവിനെ വിവാഹം കഴിപ്പിക്കുക. അങ്ങനെയാണ് സാമ്പത്തിക പരാധീനതയുള്ള കുടുംബത്തിൽ നിന്നും ഷെറിൻ എന്ന പെൺകുട്ടിയെ കണ്ടെത്തി 2001-ൽ മകനെ കൊണ്ട് കാരണവർ വിവാഹം കഴിപ്പിക്കുന്നത്. വിവാഹശേഷം അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്ന് ഷെറിന് വാഗ്ദാനം നൽകിയിരുന്നു. അധികം വൈകാതെ അമേരിക്കയിലേക്ക് മടങ്ങിയ നവദമ്പതികൾ ഭാസ്കര കാരണവർക്കും ഭാര്യ അന്നമ്മയ്ക്കും ഒപ്പമായിരുന്നു താമസം. കുട്ടിക്കാലം മുതൽ തന്നെ കള്ളത്തരങ്ങൾ ശീലിച്ച മനസ്സായിരുന്നു ഷെറിൻ്റേത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെത്തി അധിക നാൾ കഴിയും മുൻപേ അവളുടെ ക്രിമിനൽ ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങി. അവിടെ ജോലിക്ക് കയറിയ ഷെറിൻ ഒരു മോഷണ കേസിൽ പിടിക്കപ്പെട്ടു. തുടർന്ന് ഈ ദമ്പതിമാർക്കിടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. താമസിയാതെ കൈക്കുഞ്ഞുമായി ഷെറിനും ബിനുവും നാട്ടിലേക്ക് മടങ്ങി. 2007-ൽ ഭാര്യയുടെ മരണത്തോടെ കാരണവർ അമേരിക്കയിലെ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ഷെറിനും ബിനുവും തമ്മിൽ നിരന്തരം കലഹങ്ങൾ ഉണ്ടായി.
പലപ്പോഴും ഷെറിന്റെ ഭാഗത്തു നിന്ന് ബിനുവിനെ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും ഉണ്ടായി. ഇതൊക്കെ ഭാസ്കര കാരണവർക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ചില ഘട്ടങ്ങളിൽ അയാൾ അതൊക്കെ ചോദ്യം ചെയ്തു. എങ്കിലും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാൻ മകനെ സ്നേഹിക്കുന്ന ഒരച്ഛന്റെ മനസ്സനുവദിച്ചില്ല. പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കേണ്ടതായി വന്നു ആ പാവം വൃദ്ധപിതാവിന്. അതൊക്കെ ഷെറിൻ തന്റെ അബദ്ധ സഞ്ചാരത്തിനുള്ള അനുകൂല സാഹചര്യമാക്കി മാറ്റുകയും ചെയ്തു. നാട്ടിൽ ഷെറിന് മറ്റ് പുരുഷന്മാരുമായി ഉണ്ടായിരുന്ന സൗഹൃദങ്ങളും ഭാസ്കര കാരണവരുടെ ചെവിയിലെത്തി. അതോടെ ഭാസ്കര കാരണവർ വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. കൂടാതെ സ്വത്തിൽ നിന്ന് ഷെറിനെ ഒഴിവാക്കുകയും ചില സമയങ്ങളിൽ വഴിവിട്ട ബന്ധങ്ങൾ കണ്ടുപിടിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തു. തന്റെ വഴിവിട്ട സൗഹൃദങ്ങൾക്ക് കാരണവർ തടസ്സമാണ് എന്ന് കണ്ടതോടെയാണ് ഭർത്തൃപിതാവിനെ കൊലപ്പെടുത്താൻ ഷെറിൻ തീരുമാനിക്കുന്നത്. വളരെ കൃത്യമായിരുന്നു ആസൂത്രണം. അക്കാലത്ത് ഏറ്റവും ജനകീയമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിരുന്ന ഓർക്കുട്ടിലൂടെ ആയിടെയാണ് ബാസിദ് അലി എന്നയാളെ ഷെറിൻ പരിചയപ്പെടുന്നത്. ബാസിദുമായി ഉണ്ടായിരുന്ന അവിഹിത സൗഹൃദം കാരണവരെ കൊലപ്പെടുത്താൻ ഒരു സഹായകമാക്കി ഷെറിൻ മാറ്റിയെടുത്തു. കാരണവർ മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സമ്പത്തിൽ നിന്ന് കൊലപാതകത്തിനുള്ള പ്രതിഫലം തരാമെന്നുകൂടി പറഞ്ഞതോടെ അയാളും കൂട്ടാളികളും ഷെറിനൊപ്പം നിന്നു. കൊലപാതക ശേഷം മോഷണ ശ്രമത്തിനു വേണ്ടിയാണ് കൃത്യം നടത്തിയത് എന്ന് വരുത്തി തീർക്കാൻ പ്രതികൾ ശ്രമിച്ചിരുന്നു. അതിനായി മുറിയിലും ഹാളിലും മുളകുപൊടി വിതറിയും വീട്ടിലുണ്ടായിരുന്ന ലാപ്ടോപ്പ്, ക്യാമറകൾ, മൊബൈൽ ഫോൺ, സ്വർണ്ണ രുദ്രാക്ഷമാല, പണം എന്നിവ ഈ സംഘം എടുത്തുമാറ്റുകയും ചെയ്തു. എന്നാൽ ഏതൊരു കുറ്റകൃത്യത്തിലും എന്നതുപോലെ സത്യത്തിന്റെ ഒരംശം കുറ്റവാളികളെ പിടികൂടാൻ എന്ന മട്ടിൽ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. കാരണവരുടെ മുറിയിലെ അലമാരയിൽ ഉണ്ടായിരുന്ന കാശ് പ്രതികൾ ശ്രദ്ധിച്ചിരുന്നില്ല. ഇത് പോലീസിൽ സംശയമുണ്ടാക്കി. ഏത് അപരിചിതരെ കണ്ടാലും ദിക്കുപൊട്ടും പോലെ അലറുന്ന വീട്ടിലെ പട്ടികൾ രാത്രി കുരയ്ക്കാതിരുന്നതും സംശയം ബലപ്പെടുത്തി. തുടർന്ന് വീട്ടിലുള്ളവരെ കേന്ദ്രീകരിച്ചായി പോലീസിന്റെ അന്വേഷണം. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം നടത്തിയ തെളിവെടുപ്പിലും ചോദ്യം ചെയ്യലിലുമാണ് മരുമകൾ ഷെറിനാണ് കുറ്റക്കാരിയെന്ന് പോലീസ് കണ്ടെത്തുന്നത്. സുഹൃത്തുക്കളായ ബാസിദ് അലി, ഷാനു റാഷിദ്, നിധിൻ എന്നിവരെയും പോലീസ് ഷെറിനൊപ്പം പിടികൂടി. 2010 ജൂൺ 11 മാവേലിക്കര അതിവേഗ കോടതിയാണ് ഷെറിനെ ശിക്ഷിച്ചത്. തുടർന്ന് ഷെറിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അവിടെ നിന്ന് നെയ്യാറ്റിങ്കര വനിതാ ജയിലിലേക്കും പിന്നീട് വിയൂർ സെൻട്രൽ ജയിലിലേക്കും 2017 മാർച്ചിൽ തിരുവനന്തപുരം വനിതാ ജയിലിലേക്കും മാറ്റി. നെയ്യാറ്റിങ്കര ജയിലിൽ അനധികൃതമായി മൊബൈൽ കൈവശം വെച്ചതിനെ തുടർന്ന് ഷെറിൻ അച്ചടക്ക നടപടി നേരിട്ടിരുന്നു. ഇപ്പോൾ 14 വർഷത്തെ തടവ് ശിക്ഷ പൂർത്തീകരിച്ചെന്നും സ്ത്രീ എന്ന പരിഗണന നൽകണമെന്നും വ്യക്തമാക്കി ഷെറിൻ സമർപ്പിച്ച അപേക്ഷയിലാണ് സംസ്ഥാന മന്ത്രിസഭാ യോഗം അനുമതി നൽകുകയും പിന്നീട് ഗവർണറുടെ കൂടി അനുമതി ലഭിച്ച് ഷെറിൻ പുറത്തുവരുന്നത്. നേരത്തെ തന്നെ ഷെറിന് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കണമെന്ന സർക്കാർ തീരുമാനം വൻ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരുന്നത്. ജയിലിൽ സഹതടവുകാരുമായി ഏറ്റുമുട്ടലുണ്ടായത് പുറത്തുവന്നതും ഇവർക്ക് അടിക്കടി പരോൾ കിട്ടിയതും സർക്കാർ ശുപാർശയ്ക്ക് ശേഷവും ജയിലിൽ പ്രശ്നം സൃഷ്ടിച്ചതുമെല്ലാം തിരിച്ചടിയായിരുന്നു. ഇതേ തുടർന്ന് ചരിത്രത്തിലാദ്യമായി ഓരോ തടവുകാരുടെയും കുറ്റകൃത്യം, ശിക്ഷ, ജയിലിലെ പെരുമാറ്റം, പരോൾ ലഭ്യമായത് തുടങ്ങിയ വിശദാംശങ്ങൾ പ്രതിപാദിക്കുന്ന ഫോറം രാജ്ഭവൻ ഏർപ്പെടുത്തി. ശുപാർശയോടൊപ്പം ഈ ഫോറം പൂരിപ്പിച്ച സർക്കാർ വീണ്ടും ഫയലിൽ സമർപ്പിച്ചതോടെയാണ് ഷെറിന്റെ മോചനത്തിനുള്ള വഴിതെളിഞ്ഞത്.